Hello, human. It's me, Octopus. വെൽക്കം ടു മൈ വേൾഡ്. ദയവ് ചെയ്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചാണ് എൻ്റെ ചാനലിൻ്റെ വളർച്ച. നിങ്ങൾ കാരണമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ 2 ദിവസം മുമ്പാണ് ഈ സിനിമ കണ്ടത്. തിയേറ്ററിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയായിരുന്നു. മെയ് 7-നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണ നിങ്ങളെല്ലാം കാണുന്നത് ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. ഭയങ്കര അടിപ്പടമായിരുന്നാലും സ്റ്റണ്ട്, ഭയങ്കര സ്റ്റോറി, ഭയങ്കരമായിട്ടും അതിലെന്തായാലും വയലൻസ് വേണം എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് ഇതൊരു അഴുക്ക സിനിമയായിരിക്കും. പക്ഷെ ഈ സിനിമ മോശമെന്ന് പറയണവര് മറ്റേ എല്ലാ സിനിമയും മോശമെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം കുറെ കാലത്തിന് ശേഷം ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പടം കണ്ടു, ഒരു ഫീൽ ഗുഡ് പടം കണ്ടു. ഇതിൽ ലാഗ് ഉള്ളതുപോലെ തോന്നും, പക്ഷെ ആ ലാഗ് തന്നെ നമ്മൾ പിടിച്ചിരുത്തുന്ന ലാഗാണ്. ലാഗായിട്ട് തോന്നില്ല. സാധാരണ ഇത് അതില് സിനിമ ആദ്യം മുതലേ കാണുന്ന ആൾക്കാരുടെ അകത്തൂടെ അങ്ങ് അറ്റം വരെ സിനിമയുടെ എൻഡിങ് വരെ പോകും. ഒരുപാട് കണ്ണ് നനയിക്കുന്ന സീനുകളും ഫാമിലിയെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സീനുകളും വീട് നഷ്ടപ്പെട്ടു പോണവന്റെ ഒരു ഫീലും അതെല്ലാം മൊത്തമായി ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഡയറക്റ്റിന് എടുത്തു പറയേണ്ട ഒരു ബ്രില്യൻ. അതിലുപരി കാർത്തിയുടെ ക്യാരക്ടർ, അരവിന്ദ് സ്വാമിയിലെ ആ ക്യാരക്ടർ, പിന്നെ കാർത്തിയുടെയും അരവിന്ദ് സ്വാമിയുടെയും ഒരു 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 പെരിയ കൊച്ചുചനായിട്ട് വരുന്ന ഒരു പഴയ നടൻ, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അയാളൊരു അളിയനെ വിളിക്കുമ്പോഴത്തേക്കും, ഒരു കോള് വിളിക്കുമ്പോഴത്തേക്കും കുറെ കാലത്തിന് ശേഷം സംസാരിച്ചൊരു സങ്കടം വരുന്നൊരു സീനുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അകത്തൂടെ പോയി നമുക്ക് സങ്കടം വരും. അതുപോലെയുള്ള സഹോദരിയുടെ കല്യാണത്തിന് കുറെ കാലത്തിന് ശേഷം വന്നിട്ട് സഹോദരിക്ക് കൊലസ് അണിയിച്ചു കൊടുക്കുന്നതും മാലയിട്ട് കൊടുക്കുന്നതും ആ സീനൊക്കെ പക്ക. അതാണ് പറഞ്ഞത്, കുറെ കാലത്തിന് ശേഷം ഇത്രയും ഫീൽ വരുന്ന ഒരു സിനിമ, ഇത്രയും സ്റ്റോറിയോട് അകത്ത് കയറി പോകുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല കുറെ കാലത്തിന് ശേഷം. പണ്ടുള്ള സിനിമകളുണ്ട്, മലയാള സിനിമകളിൽ ഒരുപാട് സ്റ്റോറിയുള്ള സിനിമകളുണ്ട്, ഇതുപോലെയുള്ള സ്റ്റോറികളുണ്ട്. പക്ഷെ ഇത്രയും കുറെ കാലത്തിന് ശേഷം ഇങ്ങനൊരു സിനിമ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തിയേറ്ററിൽ, എന്തായാലും സിനിമ മാറിയല്ലോ, ചുമ്മാ ഇരിക്കുമ്പോഴൊന്ന് നെറ്റ്ഫ്ലിക്സിൽ ഒന്ന് കണ്ടു. സൂപ്പർ സിനിമയാണ്.